അസ്സലാമലൈക്കും. അക്കാസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോഴത്തെ നമ്മുടെ വീഡിയോയിലോ ചേനയും ഒരു വഴുതനങ്ങയും കൂടിയുള്ള ചെറുള്ളിയും കൂടിയുള്ള തീയലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെയുള്ള പച്ചക്കറി മേടിച്ചപ്പോൾ കിട്ടിയ ഒരു ചേന കഷ്ണം ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു വഴുതനങ്ങയും കൂടി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഇന്നത്തെ നമ്മുടെ തീയലിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കുണ്ടല്ലോ ഇവിടെ തേങ്ങ വറുത്ത് നമുക്ക് മസാല കൂട്ടി വെക്കാം. അപ്പോൾ തേങ്ങ അതിന് വേണ്ടി ഇത്രയും തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അവരവരുടെ പാകത്തിന് കഷ്ണത്തിൻ്റെ അനുസരിച്ച് തേങ്ങ തിരികെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാത്രം തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു പാനടുപ്പിൽ വെച്ച് തീ കൊടുത്തതിന് ശേഷം അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. സിമ്മയിലിട്ടിട്ട് അത് കണ്ടല്ലോ അവരുടെ പാകത്തിന് തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ആ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ അതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, നിറച്ചൊരു സ്പൂൺ മുളക് പൊടി വേണ്ട കേട്ടോ, മല്ലിപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിവിടെ ഉണ്ടല്ലോ മീറ്റ് മസാലയാണ്. ഒരു 1.5 സ്പൂൺ മീറ്റ് മസാല കൊടുക്കണം. 1.5 സ്പൂൺ മീറ്റ് മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചിപ്പൊക്കെ മാറത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ട് അതൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം. ആ തേങ്ങയും മസാലയെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചിപ്പിൻ്റെ മണം വരും. പാകത്തിന് അവരവരുടെ പാകത്തിന് തന്നെ അത് മൂപ്പിച്ച് അവരവരുടെ പാകത്തിന് ചേരുന്ന ചേരുവയിൽ എടുക്കുക. ഇത് ഇവിടെ അരപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അരപ്പിക്കുമ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ആ മൂത്ത് വന്നിരിക്കുന്ന സാധനം നമുക്ക് ആറിയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കുണ്ടല്ലോ കറി വെക്കാനായിട്ട് ഞാൻ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ആ ചട്ടി നമുക്ക് ചൂടായതിന് ശേഷം അതിലേക്ക് പാകത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. കടുക് കിട്ടുന്നുണ്ട്. കരിയാപ്പിലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞിവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേനയുടെയും ആ വഴുതനങ്ങയും ചെറുള്ളിയെല്ലാം കൂടി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്കത് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വെച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തേ കണ്ടല്ലോ തീയുടെ അനുസരിച്ച് അവരവരുടെ വേവിൻ്റെ അനുസരിച്ച് തേച്ചോണം തീയൊക്കെ. എന്നിട്ട് വേണ്ട കണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയ്ക്കിടന്ന് തന്നെ ഇത് വേകണം. ഇങ്ങനെ പല വട്ടം നമ്മളുണ്ടല്ലോ അടച്ച് ഇത് 5 മിനിറ്റ് 10 മിനിറ്റ് ഇടവിട്ട് നമ്മൾ തീയുടെ അനുസരിച്ച് ഇത് ഇളക്കി കൊടുക്കണം. തുറന്ന് ഇതേ കണ്ട് ഇപ്പോൾ അര വേവായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എണ്ണ കിടന്ന് നന്നായിട്ട് വരണ്ട. ആ ചേന അത്രയും വെന്തിട്ടുണ്ട്. കണ്ടല്ലോ ഇത് കണ്ടല്ലോ നല്ല ചേനയായിരുന്നു, നല്ല വേവുള്ള വേകുന്ന ചേനയായിരുന്നു. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് അവരുടെ ചാറിൻ്റെ അനുസരിച്ച് അവരവരെ വെള്ളം ഒഴിച്ച് കൊടുത്തോണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊരു 5-10 മിനിറ്റ് ആവുന്നു. 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ നമ്മുടെ ചേനയൊക്കെ നല്ല സൂപ്പറായിട്ട് കൊണ്ടിട്ടുണ്ട്. നല്ലതായിട്ടാണ് നമ്മുടെ കണ്ടല്ലോ. അപ്പോൾ ചാറ് വേണ്ടി ഒരു ചാറിൻ്റെ അനുസരിച്ച് ചെയ്തോണം. കണ്ടല്ലോ നമ്മുടെ ചേന അടിപൊളിയായിട്ട് കണ്ടുകൊണ്ട് സൂപ്പർ തീയലാണ്. നമ്മുടെ ചേനയും വഴുതനങ്ങയായിട്ടുള്ള തീയൽ നല്ല സൂപ്പറാണ്. ഒന്ന് വെച്ച് നോക്കുക. ഇതുവരെ വെച്ചിട്ടില്ലാത്തവരും നല്ല അടിപൊളി തീയലാണ്. നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറക്കാം. കുറച്ച് വിടുന്നു അതിൻ്റെ അകത്ത് ചാറ് പറ്റട്ടെ. ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാനത് തുറന്നു. ഇത് കണ്ടല്ലോ അടിപൊളി. ഇനി നമുക്ക് അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ്. നല്ല ഇറച്ചിക്കിട്ട രുചിയാണ് ഇപ്പോൾ ഈ തീയലിന്. എന്നെ മണം എന്നറിയാം, കറിയുടെ മണമാണ് വരുന്നത്. നല്ല മസാല, മീറ്റ് മസാലയുടെയും ഗരം മസാലയുടെയും എല്ലാം കൂടെ നമുക്ക് ചേർന്നിട്ടുണ്ടല്ലോ. നല്ല അടിപൊളി സൂപ്പർ തീയലാണ്. അപ്പോൾ ഇതുവരെ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ ഈ തീയലൊന്ന് വെക്കണം, വെച്ച് കൂട്ടി നോക്കണം. നല്ല അടിപൊളി തീയലാണ്. നല്ല ചേന വഴുതനങ്ങ പറയത്തില്ല, നല്ല ഇറച്ചിക്കറിയുടെ മണം, ഇറച്ചിക്കറി രുചിയുമാണ് നമ്മളിത് കഴിക്കുമ്പോൾ. ഈ അടിപൊളി തീയലുണ്ടല്ലോ നമുക്കുണ്ടല്ലോ നല്ല ചൂട് ചോറ് അങ്ങോട്ട് വിളമ്പിയിട്ടുണ്ടല്ലോ. നല്ല മഴ സമയമല്ലേ, ചൂട് ചോറ് വിളമ്പിയിട്ട് അതിനകത്തോട്ടൊന്ന് കുറച്ച് തീയലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടത് എന്ത് സൂപ്പർ രസമാണെന്നറിയാം. ഇത് വിളമ്പുമ്പം തന്നെ നമുക്കങ്ങ് സന്തോഷമാണ്. ചോറിനകത്തോട്ട് തീ പോലുള്ള ചോറ്, നല്ല ചൂട് ചോറിനകത്ത് നമുക്കിനി ആ തീയലും കൂടി ഒഴിച്ച് കൊടുത്താൽ വേറെ ഒരു കറിയും വേണ്ട. അടിപൊളി തീയലാണ്. ഈ കറി മാത്രം മതി ഒരു പ്ലേറ്റ് നമുക്ക് ചോറിനാനായിട്ട്. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കറി വെച്ചിട്ടില്ലാത്തവരെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.